ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാല നര, മുടികൊഴിച്ചിൽ, താരൻ എന്നിവ. നര കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യല്ലേ. അത് താൽക്കാലികമായിട്ടുള്ള റിസൾട്ട് നൽകുമെങ്കിലും നമുക്ക് നിരന്തരമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതല്ല. അതിലൂടെ നമുക്ക് ധാരാളം സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, മുടി കൂടുതൽ നരയ്ക്കാനും മുടി കൊഴിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനും ഇടയാവുന്നതാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വാഴക്കൊമ്പ്, അതിൻ്റെ ആ ഇതളുകൾ മാത്രമായിട്ട് ഞാനൊന്ന് പിച്ചിയെടുത്ത് നന്നായിട്ടൊന്ന് അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട്. വാഴക്കൂമ്പ് അകാല നര തടയാൻ ഏറെ ഗുണകരമാണ്. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ മുടിക്ക് കറുപ്പ് നിറം നൽകുന്ന മെലാലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും മുടി നിരക്കുന്നത് തടയാനും വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഒരു ഇരുമ്പ് ചട്ടി എടുത്ത ജ്യൂസ് അരിച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ ചേർത്ത് കൊടുത്തുള്ള വെള്ളമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം 1/4 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയായാലും കോഫി പൗഡർ ആയാലും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും നല്ല ഉള്ളോട് കൂടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു ജ്യൂസ് ഹാഫായിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ആ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില സമയത്തൊക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ വാഴക്കറയൊക്കെ പറ്റി അത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെയാണിത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെളുത്ത മുടിയൊക്കെ കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം തന്നെ നമുക്ക് മുടിക്ക് വരുന്നതായിരിക്കും. സ്ഥിരമായിട്ട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഒരു 2 മാസമൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് നമ്മുടെ വെള്ളം വെട്ടിത്തിളച്ച് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കേണ്ട, അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങ് തലയിൽ അപ്ലൈ ചെയ്യരുത്. ഒരു ദിവസം ഫുള്ളായിട്ട് ഈ ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ട് ഈ ഇരുമ്പ് ചട്ടിയിലുള്ള ഫെറിക് ഓക്സൈഡും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു അടിപൊളി ഒരു കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു വാഴപ്പൂവിനൊരു കുറച്ച് സമയം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ കണ്ടില്ല, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി. നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കൊന്ന് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് സമയം വെച്ചപ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഡെയിലി നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം സോപ്പോ സ്റ്റാമ്പോ ഉപയോഗിക്കാതെ നമുക്ക് കഴുകിക്കളയാം. നന്നായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വില കൂടിയ ഹെയർ സെറമോ ഹെയർ പാക്കോ ഹെയർ കളറോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവം മാത്രം മതി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാഴയിലയാണ് കേട്ടോ. ഇതുപോലെ വാഴയില ഞാൻ 2 പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 2 സൈഡിൽ നമുക്ക് ഇതുപോലെ കീറിട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് സ്റ്റാപ്ലെയർ ആണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ അടുത്ത് സ്റ്റാപ്ലെയർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാപ്ലെയർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ടൂത്ത് പിക്കോ ഈർക്കിളോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ വേറൊരു രീതിയിലും കൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞു മക്കളൊക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നിലത്തൊന്നും പോവാതെ നല്ല അടിപൊളിയായിട്ട് ഇത് കയ്യിൽ പിടിച്ച് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കാണാനും നല്ല ഭംഗിയായിരിക്കും. കുറച്ച് വലിയ ഇല കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും കേട്ടോ. ഇപ്പം ഞാനിവിടെ കുറച്ച് പൂവൊക്കെ ഇതുപോലെ ഒന്ന് മക്കൾ കളിക്കുന്ന സമയത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര വാഴയില നമ്മൾ വെറുതെ കളയുന്നുണ്ടാവും. ഇതുപോലെ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് യൂസസ് ഉണ്ട്. ഈ വാഴയിലയുടെ യൂസസ് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ തന്നെയായിരിക്കും. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയിൽ ചെറിയ പീസസ് ആയിട്ട് മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കാം. ഇത് ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇത്രയും ജ്യൂസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
വാഴയില ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെറുതെ കുടിക്കുന്നത് നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിലേക്കാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഡെയിലി നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകി വരികയാണെങ്കിൽ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. വളരുന്ന മുടി നല്ല കരുത്തോടു കൂടെ വളരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ഞാൻ വാഴയില അരച്ചിട്ടുണ്ടായിരുന്ന ബാക്കി വന്നിട്ടുള്ള ആ വേസ്റ്റ് ഞാൻ കളയുന്നില്ല കേട്ടോ. ഇതുപോലെ നമ്മളെ കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചൂടുകുരു മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഞാനിവിടെ വാഴയിലയിൽ ഒരു ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ ഐസ് ക്യൂബ് പിന്നെ വാഴയിലയിൽ അബ്സോർബ് ആയതിനു ശേഷം നമ്മളെ മുഖക്കുരുള്ള സ്ഥലത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് തിളങ്ങാനും മാത്രമല്ല മുഖത്തിലുള്ള കറുത്ത പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഡയറക്റ്റായിട്ട് നമ്മൾ ഐസ് ക്യൂബ് എടുത്ത് മുഖത്തിലൊന്ന് വെച്ച് കൊടുക്കരുത്. സുഷിരങ്ങളൊക്കെ അടഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേദനയുള്ള ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വേദന ശമിക്കാനും വളരെ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇഞ്ചിയുടെ ഓയിലാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഇലയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം കുടവയർ മൂലം ബുദ്ധിമുട്ടുന്നവരൊക്കെ കുടവയറിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അബ്സോർബായി വരണം. അതുവരെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം എല്ലാവരും ട്രെൻഡിനൊപ്പം നമ്മളുടെ മുടിയൊക്കെ കളർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള എല്ലാ കളറും വാങ്ങിച്ച് യൂസ് ചെയ്യല്ലേ. എന്നാൽ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പു, അതുപോലെ തന്നെ നല്ല കളറുള്ള ചായപ്പൊടിയാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ ചെയ്യും കേട്ടോ. നന്നായിട്ട് നമ്മളൊരു മുടിക്ക് നല്ലൊരു ബർഗന്തി കളർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് വരെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഹാർഡായിട്ടുള്ള കെമിക്കൽസൊക്കെ വാങ്ങിച്ച് നമ്മൾ മുടി കളർ ചെയ്യുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് നമ്മുടെ മുടി നരച്ചു പോവുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നല്ല കളറുള്ള ചായപ്പൊടിയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കടുപ്പത്തിലുള്ള കളറായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി നല്ല അടിപൊളി നല്ല കളറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അരിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ മൈലാഞ്ചി ഇലയാണെങ്കിൽ അരച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെയാണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഇല ഇല്ലാത്തവർ ഈ രീതിയിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലായതുപോലെ എനിക്ക് തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടെ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി ഒന്ന് ഡൈലൂട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഹെയർ കളറ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓർഗാനിക് ആയിട്ടുള്ള എണ്ണയാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഇവിടെ തേച്ചും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ കയ്യിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടൊരു 5 മിനിറ്റ് വെച്ചിട്ട് ഞാനൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു 10-15 മിനിറ്റ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുടിയിൽ കളർ പിടിക്കുന്നതായിരിക്കും. ഇപ്പം ഞാനൊരു 5 മിനിറ്റ് മാത്രമേ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടൊന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈവായിട്ട് തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. ഞാനൊന്ന് കഴുകി എടുക്കുമ്പോൾ കണ്ടില്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു കളർ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ കളർ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോവരുത്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കളറിലായിരിക്കും കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ ഗ്യാസ് സിലിണ്ടറിലൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വെയിറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ സീലൊക്കെ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അവരിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ.
വീട്ടമ്മമാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഗ്യാസ് ഫിറ്റ് ചെയ്ത് മുതൽ നമുക്കൊരു ടെൻഷനായിരിക്കും. എന്നാണ് ഈ ഗ്യാസ് തീരുക എന്നുള്ളത്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടി കൈ തൊടാൻ പാകത്തിലുള്ള ഒരു ചൂടുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് സിലിണ്ടർ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ട്ടോ. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ ഗ്യാസ് സിലിണ്ടറിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ഗ്യാസ് ഉള്ള ഭാഗം നന്നായിട്ട് കൂളായിട്ട് ഇരിക്കുകയും ചെയ്യും. ഗ്യാസ് ഇല്ലാത്ത ഭാഗം ചൂടായിട്ടിരിക്കുകയും ചെയ്യും. ഇതിലൊരു സയൻസും കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് നമ്മൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രവർത്തിച്ച് നന്നായിട്ട് തണുത്ത് വരികയും ചെയ്യും. ഗ്യാസ് ഇല്ലാത്ത ഭാഗം നല്ല തണുപ്പുമായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഒരു നനഞ്ഞ ക്ലോത്ത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഗ്യാസ് ഉള്ള ഭാഗം നന്നായിട്ട് നനഞ്ഞിരിക്കുന്നതായിട്ടും ഗ്യാസ് ഇല്ലാത്ത ഭാഗം പെട്ടെന്ന് ഉണങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിലൂടെ നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും ട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്യാസ് സേവ് ചെയ്യാനുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.